ആ മേനോന്റെ കൊച്ച് 2 ദിവസം കഴിയുമ്പോ ഇങ്ങ് വരും. വല്ല ആമ്പിള്ളേരുടെയും കൂടെ പോയതായിരിക്കുന്നേ. ഒന്നും മിണ്ടാതിരിടോ. ഒരു പെൺകുട്ടിയുടെ ബോഡി റെയിൽവേ ട്രാക്കിനടുത്ത് കിടക്കണമെന്നാ കണ്ണഞ്ചോട്ടിലെ എസ് ഐ വിളിച്ച് പറഞ്ഞത്. ആണോ സാർ? എന്നാ ഞാൻ പറഞ്ഞു തന്നെ. ബോയ് ഫ്രണ്ട് ആവശ്യം കഴിഞ്ഞപ്പം ഇട്ടിട്ട് പോയി കാണും. കൊച്ചു തീവണ്ടിക്ക് തലയും വെച്ച് കാണും. അതൊന്നും അല്ല, പാളത്തിന് പുറത്ത് ബോഡി കിടക്കുന്നെന്നാ പറഞ്ഞത്. എങ്കിൽ വല്ലതും തല്ലിക്കൊന്നിട്ടായിരിക്കും. എന്നാ പിന്നെ ഈ ഫോട്ടോ ഒക്കെ വേണോ സാർ? അങ്ങനെ നേരെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയാൽ പോരെ? മേനോന്റെ ഭാര്യ ഇപ്പൊ ഇത് അറിയണ്ട. ഫോട്ടോ ഏതായാലും കയ്യിലിരിക്കട്ടെ. എന്നാലും പുള്ളിയോട് വിവരം ഒന്ന് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ വല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. വരൂ. ഇരിക്കും. നോ താങ്ക്സ്. എത്ര കാലമായി ഇവിടെ താമസമായിട്ട്? 6 വർഷമായി. ഐ സി. എത്ര കുട്ടികളുണ്ട് മേനോന്? ഒരു മകൾ മാത്രമേ ഉള്ളൂ. മേനോൻ എന്ത് ചെയ്യുന്നു? കുറെ കാലം കോൺട്രാക്ട് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മതിയാക്കി ചെറിയൊരു എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇറങ്ങാം. മേനോനും വരൂ. മേനോന്റെ മകൾ സോമനസ്ഥാൻ എവിടെയെങ്കിലും പോയിരിക്കുമോ? അങ്ങനെ പോകാൻ വഴിയില്ല. ഒരുപക്ഷെ സ്കൂളിന്റെ മുമ്പിൽ നിന്നാരെങ്കിലും. അങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചുകൂടുന്നില്ല. അല്ല, എന്തെങ്കിലും അപകടം ഉണ്ടായെന്നറിഞ്ഞാൽ തന്നെ അത് നേരിടാൻ മേനോന് ധൈര്യം ഉണ്ടാവണം. ഒരുപക്ഷെ മകൾ മരിച്ചെന്നറിഞ്ഞാൽ പോലും അത് ഫേസ് ചെയ്യണം. ലിസൺ മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്റെ മുറിയിലിരിക്കുമ്പോ എനിക്കൊരു ഫോൺ വന്നില്ലേ? കണ്ണഞ്ചോട്ടിലെ എസ് ഐ വിളിച്ചത്. അവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി കെട്ടിയിട്ടുണ്ടെന്ന്. മേനോൻ വിഷമിക്കണ്ട, അത് നിങ്ങളുടെ മകളായിരിക്കണമെന്നില്ല. പത്തായി, മേനോനെ വീട്ടിൽ കൊണ്ടുവിടും. പിന്നൊരു കാര്യം, ഇന്നലെ 3:30-ക്ക് ശേഷം പരുത്തിക്കര എസ്റ്റേറ്റ് ലൈനിലൂടെ ഏതെങ്കിലും ബസ്സിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു നോക്കണം. ഫോട്ടോ കയ്യിൽ വെച്ചോളൂ. ആരെങ്കിലും ബസ് ജോലിക്കാർ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. ശരി സാർ.